ഇന്ത്യൻ സിനിമാ ഇൻഡസ്ട്രിയിലെ ഇനി തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന അടുത്ത വമ്പൻ ബ്രഹ്മാണ്ഡ സിനിമയാണല്ലോ കൽക്കി 2898 AD. ചിത്രത്തിന്റെ ട്രെയിലർ നാളെ ജൂൺ 10-ാം തീയതി റിലീസ് ചെയ്യുകയാണ്. പ്രഭാസ്, അമിതാഭ് ബച്ചൻ, ദീപിക പദുക്കോൺ തുടങ്ങിയവരൊക്കെ അഭിനയിക്കുന്ന സിനിമ ഈ മാസം ജൂൺ 27-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തുന്ന വമ്പൻ സിനിമയാണ്. ട്രെയിലറിന്റെ റിലീസ് സമയം ഇനിയും പുറത്തുവിട്ടിട്ടില്ല എങ്കിൽ പോലും നാളെ പകൽ സമയങ്ങളിൽ ട്രെയിലർ റിലീസ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ട്രെയിലർ കാണുവാനായിട്ട് കാത്തിരിക്കാം. സിനിമയുടെ വിദേശ രാജ്യങ്ങളിലെ പല രാജ്യങ്ങളിലെ ബുക്കിംഗ് ആരംഭിക്കപ്പെട്ടിട്ടുണ്ട്. ധ്യാൻ ശ്രീനിവാസന്റെ ഇനി വരാനിരിക്കുന്ന ഒട്ടനേകം സിനിമകളിൽ ഒന്നായ ഏറ്റവും പുതിയ സിനിമയായ പാർട്ട്നേഴ്സ് എന്നൊരു സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. ചിത്രം ഉടൻ തിയേറ്ററുകളിലേക്ക് എത്തും. ഗർ ഈ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഏറ്റവും പുതിയ മലയാളം സിനിമയാണ്. കുഞ്ചാക്കോ ബോബൻ, സുരാജ് വെഞ്ഞാറമൂട് എന്നിവർ പ്രധാന റോളുകളിൽ എത്തുന്ന സിനിമയുടെ ട്രെയിലർ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരിക്കുകയാണ്. ഒരു കോമഡി എന്റർടൈനർ സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമ കൂടിയ ഗർ എന്ന സിനിമ ഈ ആഴ്ച ജൂൺ 14-ാം തീയതിയാണ് റിലീസ് ചെയ്യുന്നത്. ചിത്രത്തിന്റെ പ്രൊമോഷൻ എല്ലാം തന്നെ ആരംഭിക്കപ്പെട്ടിട്ടുണ്ട്. കേരളത്തിലും സൗത്ത് ആഫ്രിക്കയിലും അടക്കം ചിത്രീകരിച്ച ഈ ഒരു അത്യാവശ്യം ബഡ്ജറ്റുള്ള സിനിമ കേരള ബോക്സ് ഓഫീസിനെ ഞെട്ടിക്കട്ടെ എന്ന് ആശംസിക്കാം. സിനിമയ്ക്ക് ക്ലീൻ യു സർട്ടിഫിക്കറ്റ് ആണ് ലഭ്യമായിരിക്കുന്നത്. ജോജി ജോർജ് ആദ്യമായിട്ട് സംവിധാനം ചെയ്ത് നായകനെ എത്തുന്ന മലയാളം സിനിമയാണ് പണി. ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക്, സെക്കൻഡ് ലുക്ക് പോസ്റ്ററുകൾ പുറത്തു വന്നിരിക്കുകയാണ്. നേരത്തെ തന്നെ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ പണി എന്ന സിനിമ ഈ വരുന്ന ഓഗസ്റ്റ് 1-ാം തീയതി തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നു. കഴിഞ്ഞ വർഷം ഷെയിലർ ആണെങ്കിൽ ഈ വർഷം അന്യഭാഷയിൽ നിന്നും ലാലേട്ടൻ അഭിനയിച്ച് തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമ കണ്ണപ്പയാണ്. ചിത്രത്തിന്റെ ടീസർ ഈ ആഴ്ച ജൂൺ 14-ാം തീയതി റിലീസ് ചെയ്യുകയാണ്. ഇനി 5 ദിവസങ്ങൾ കൂടി മാത്രം ബാക്കി ഈ തെലുഗു പാൻ ഇന്ത്യൻ സിനിമയുടെ ടീസർ പുറത്തുവരാനായിട്ട്. ആദ്യമായി പുറത്തുവരുന്ന ചിത്രത്തിന്റെ വീഡിയോ കണ്ടന്റിനായിട്ട് കാത്തിരിക്കാം. കഴിഞ്ഞ 10-15 വർഷങ്ങൾക്കിടയിൽ ലാലേട്ടൻ ഏറ്റവും അധികം സിനിമകൾക്ക് ഡേറ്റ് കൊടുത്ത ഒരു സംവിധായകനാണല്ലോ ജിത്തു ജോസഫ്. ഇപ്പോഴത്തെ വീണ്ടും ലാലേട്ടൻ ജിത്തു ജോസഫ് കോംബോ ഒരുമിക്കുകയാണ്. അതും ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്ന സിനിമയ്ക്കായിട്ട് അടുത്ത 1-2 മാസങ്ങൾക്ക് ശേഷം ചിത്രീകരണം ആരംഭിക്കാനായിട്ടിരിക്കുന്ന റാം എന്ന സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും ലാലേട്ടന്റെ ആശീർവാദ് ജിത്തു കോംബോയുടെ സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കുക. റാമിന്റെ ആദ്യ 2 ഭാഗങ്ങൾക്ക് ശേഷം വരാനിരിക്കുന്ന ഈ ലാലേട്ടൻ ജിത്തു കോംബോ സിനിമ കൂടി വരുമ്പോൾ 7ാമത്തെ പ്രോജക്റ്റ് ആയിരിക്കും ഇരുവരും തമ്മിൽ വരാനിരിക്കുന്നത് എന്ന് ഉറപ്പാണ്. അപ്പോൾ കാത്തിരിക്കൂ കൂടുതൽ സിനിമാ വാർത്തകൾക്കായിട്ട്.